ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ആഴ്ചത്തെ ഡിജോ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഡിജോ വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പം ഞാൻ ഡിജോയുടെ ഫോണിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഒരു കോൾ വന്നപ്പോൾ ഞാൻ അറിയാതെ എടുത്ത് അതിനകത്തുനിന്ന് തന്നെ വീഡിയോ എടുത്തു. ഞാൻ ആക്ച്വലി ഈ ഫോണായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എടുത്ത വീഡിയോ എല്ലാം പകുതി കട്ടായിപ്പോയി ഗൈസ്. എൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് എടുക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന മുട്ടയാണ്. മുട്ട ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയാണ്. തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നട്ട്സ് കുക്കിക്ക് നട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാഷ്യൂനട്ടും ബദാമും പിന്നെ ഇത് സൺഫ്ലവർ സീഡ്സും ഉണ്ട്. പിന്നെ പക്കാവട ഉണ്ട്, ഡിജോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ 2 ബിസ്ക്കറ്റ് ഉണ്ട്, അത് പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കുവാണ്. പിന്നെ ഇതൊരു മാർഷ്മെല്ലോ ബിസ്ക്കറ്റ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ട് വാങ്ങിക്കുവാണ്. പിന്നെ നമുക്ക് നാളെ പറ്റുവാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിന ഇല, മല്ലിയില, പിന്നെ ലെമണും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചു, ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. പിന്നെ 2 മാഗിയുടെ ചിക്കൻ. ഇവിടെ സാധാരണ ഇൻഡോമിയുടെ മറ്റേ ഇതായിട്ടുള്ള നൂഡിൽസ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, സ്പൈസി ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടായിരുന്നു, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള. അപ്പം അതിൻ്റെ ഒരു 4-5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഇഡ്ഡലി ആൻഡ് ദോശ ബാറ്റർ ഉണ്ടായിരുന്നു, അപ്പം അതും വാങ്ങിച്ചു. പിന്നെ 2 ഗ്രേപ്സ് കഴിയാറായി. പക്ഷേ ഇത് ഈ ചൂട് സമയത്ത് ഈ മുസമ്പിയും ഗ്രേപ്സും ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. അപ്പം മുസമ്പി കഴിഞ്ഞ ദിവസം കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട്. മറ്റേ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ്, ഗ്രേപ്സ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഡിജോ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച ഇങ്ങനത്തെ ബർഗറാണ് കേട്ടോ. ഇതിൻ്റെ 6 വാങ്ങിച്ചു. ഒരെണ്ണത്തിന് ആക്ച്വലി നല്ല റേറ്റ് കുറവാണ്, 1.5 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പം ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഇതൊരു സിമ്പിൾ ബന്നും സിമ്പിൾ ഒരു ബർഗറും, പിന്നെ അതിനകത്ത് ഒരു സിമ്പിൾ ഒരു ചീസും കാണും, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവരൊരു സോസ് ഇട്ടിട്ടുണ്ട്, ആ സോസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ആക്ച്വലി അത്രയും മതി. നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു സിമ്പിൾ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ബർഗറാണ്. ഇതിനകത്ത് എൻ്റെ പടം വെച്ചിട്ടുണ്ട് കണ്ടേ. അങ്ങനെ പിന്നെ അതിൻ്റെ 6 വാങ്ങിച്ചത് ഓഫർ ആയതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് എന്തോന്ന് എനിക്കറിയത്തില്ല, ഞാൻ തുറന്ന് നോക്കിയില്ല ഗൈസ്, നോക്കട്ടെ. അതിനകത്ത് എന്തോ എനിക്ക് തോന്നുന്നു ചിക്കൻ പഫ്സ് എന്തോ ആണെന്ന് തോന്നുന്നു, 3 ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു എന്താണ് ചിപ്സ് പോലത്തെ സാധനമാണ് കേട്ടോ. ഞാൻ തുറന്നില്ല ഇതുവരെ. അയ്യോ. അപ്പം ഇത് മറ്റേ ഇവിടെ ഉള്ളവർക്കറിയാം, ഒരു രാജാടെ കൂട്ടൊക്കെ ഇരിക്കുന്ന പാസ്തയുടെ ഷേപ്പിലൊക്കെയുള്ള ചിപ്സാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വലിയ പാക്കറ്റ് വാങ്ങിക്കും. ഇപ്പം നമുക്ക് വലിയ പാക്കറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വലിയ പാക്കറ്റ് ആണെങ്കിൽ ഞാൻ പറയാൻ വന്നത് പെട്ടെന്ന് തീരുമെന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷേ വലിയ പാക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഓഫറിന് കിട്ടും. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കൊണ്ടിരുന്ന സമയത്താണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയ വീഡിയോ എടുക്കാം അപ്പോഴത്തേക്കും. പിന്നെ ഇതെല്ലാം ഇനി എടുത്ത് വെക്കണം, കാരണം കുക്കി വരുമ്പോഴത്തേക്കും. സോ ഇതൊക്കെയാണ് ഇനി ഞാൻ തിരിച്ചെടുത്ത് വെക്കാൻ പോകുന്നത്. പിന്നെ ആക്ച്വലി ഇന്നിപ്പം വീക്കെൻഡ് ആയിട്ടുണ്ട്. അപ്പം വീക്കെൻഡ്സൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പം നമുക്ക് കുറച്ച് അഫോർഡബിളായിട്ട് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബീച്ചിലും ഒക്കെ പാർക്കിലൊക്കെ പോയി കഴിക്കാം. അല്ലാതെ നമുക്ക് എപ്പോഴെപ്പോഴും പോകുമ്പോഴത്തേക്കും, അല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിജോ അടുത്ത് ഇങ്ങനത്തെ കുഞ്ഞു ഓഫറൊക്കെ വരുമ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ ആ ദിവസത്തേക്ക് നൈറ്റോ ഡിന്നറൊക്കെ നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ട, പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. ഇങ്ങനത്തെ ഫുഡൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒക്കെയാണ്. ചിലപ്പോൾ നമ്മളിന്ന് ബീച്ചിൽ പോവും, അങ്ങനെയൊക്കെയാണ് ഗൈസ്.